സ്വന്തം ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കൊക്കയിൽ തള്ളിയ സാം കെ ജോർജിനെ കുറിച്ച് ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദേശ വനിതകളുമായുള്ള ബന്ധത്തിനായിരുന്നു സാം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നത്. ഇത്തരം വനിതകളെ സാം സുഹൃത്തുക്കളാക്കി കൂടെ താമസിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ ചോദ്യം ചെയ്തതാണ് ജെസ്സി എന്ന 50-കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കൊക്കയിൽ തള്ളാനുണ്ടായ കാരണം. അമ്മയെ കാണാനില്ല എന്ന മക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് സംശയം തോന്നി സാം കെ ജോർജിനെ കസ്റ്റഡിയിലെടുത്തു. മൈസൂരിൽ നിന്ന് സാം പിടിയിലാകുന്ന സമയത്തും ഇയാൾക്കൊപ്പം ഒരു ഇറാനിയൻ യുവതി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വിദേശ വനിതകളുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് 59-ാമത്തെ വയസ്സിൽ സാം ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയായതെന്നും പറയപ്പെടുന്നു. വിദേശ വനിതകൾക്കൊപ്പം താമസിക്കാൻ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 59-ാം വയസ്സിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചത് വിദേശ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാമിനെ സഹായിച്ചിരുന്നതായാണ് സൂചന. ഇത്തരത്തിൽ പരിചയപ്പെടുന്ന വിവിധ യുവതികൾ വീട്ടിലെത്തുന്നതിനെ ചൊല്ലി ജെസ്സിയും സാമും നിരന്തരം കലഹിച്ചിരുന്നു. ജെസ്സി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപും സമാനമായ രീതിയിൽ ഒരു യുവതിയുമായി സാം വീട്ടിലെത്തിയിരുന്നുവെന്നും ഇതേ ചൊല്ലി ജെസ്സിയും സാമും തമ്മിൽ വഴക്കുണ്ടായിരുന്നതായും വിവരമുണ്ട്. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നീക്കത്തിലൂടെയാണ് സാം ജെസ്സിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. കൊലപ്പെടുത്തുന്നത് മുതൽ മൃതദേഹം കൊക്കയിൽ തള്ളുന്നത് വരെ ഓരോ നീക്കവും കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. തന്റെ ബന്ധങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ജെസ്സിയെ ഇല്ലാതാക്കാൻ ആദ്യമേ തന്നെ സാം തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം സാമിൽ നിന്ന് അറിഞ്ഞ സാമിന്റെ ഒരു പെൺ സുഹൃത്തായ വിയറ്റ്നാം സ്വദേശിനി വിവരം ജെസ്സിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇടക്കാലത്ത് സാമുമായി പിണങ്ങിപ്പിരിഞ്ഞ ഇവർ ജെസ്സിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചു വരികയായിരുന്നു. വിവരമറിഞ്ഞ ജെസ്സി വളരെ കരുതലോടെയാണ് ഏറെ നാൾ ജീവിച്ചിരുന്നത്. 10 ദിവസത്തോളം നീണ്ട തയ്യാറെടുപ്പും ആലോചനകളും സാം ജെസ്സിയെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 26-ന് വാക്കുതർക്കമുണ്ടാകുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. 26-ന് വൈകിട്ട് 6-ന് വീട്ടിലെത്തിയ സാമും വീട്ടിലുണ്ടായിരുന്ന ജെസ്സിയും തമ്മിൽ സിറ്റൗട്ടിൽ വെച്ചു തന്നെ വാക്കുതർക്കമുണ്ടായി. കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ പ്രയോഗിച്ച സാം തുടർന്ന് ജെസ്സിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല നടത്തുന്നതിന് 10 ദിവസം മുൻപ് തന്നെ ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി മൃതദേഹം ഉപേക്ഷിക്കാമെന്ന് സാം കണക്കുകൂട്ടി. ഇതിനായി ആദ്യമേ ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി. രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തി ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് എന്ന് അറിയാവുന്നതിനാൽ ആളൊഴിയുന്നതുവരെ കാത്തിരുന്നു. ഒടുവിൽ പുലർച്ചെ 1 മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്തെത്തിയത്. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം 50 അടി താഴ്ചയിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൊല നടത്തിയ ശേഷം മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് 60 കിലോമീറ്റർ കാർ ഓടിച്ചാണ് സാം ചെപ്പുകുളത്തെത്തിയതും മൃതദേഹം കൊക്കയിൽ തള്ളിയതും എന്നോർക്കണം. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അമ്മയെ ഫോണിൽ കിട്ടാതായതോടെ അച്ഛനെ ബന്ധപ്പെടാൻ ശ്രമിക്കാതെ മക്കൾ നേരെ പോലീസിനെ വിളിച്ചത്. വിദേശത്തുള്ള മക്കളും ജെസ്സിയുമായി എന്നും ഫോണിൽ സംസാരിക്കാറുണ്ട്. 26-ന് ശേഷം അമ്മയെ ഫോണിൽ കിട്ടാതായതോടെ മക്കൾ മറ്റൊന്നും ആലോചിക്കാതെ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. സാമും ജെസ്സിയും തമ്മിലുള്ള കേസ് കോടതിയിൽ നടക്കുന്നതിനാലും തനിക്ക് പീഡനമേൽക്കുന്ന വിവരം ജെസ്സി കോടതിയെ അറിയിച്ചതിനാലും കോടതി ഏർപ്പെടുത്തിയ പോലീസ് സംരക്ഷണത്തിലാണ് ജെസ്സി കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മക്കളുടെ പരാതി ലഭിച്ച ഉടൻ പോലീസ് അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചത്. നാട്ടിൽ നിന്ന് മുങ്ങിയ സാമിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നീങ്ങിയതാണ് ദിവസങ്ങൾക്കകം ഇയാളെ കുടുക്കാൻ സാധിച്ചതും. സാമിന് ആദ്യ ഭാര്യയിൽ കുട്ടി പിറന്ന അതേ ദിവസം തന്നെയായിരുന്നു സാം ബാംഗ്ലൂരിൽ വെച്ച് ജെസ്സിയെ വിവാഹം ചെയ്തത്. എന്നാൽ ഇത് നിയമപരമായ വിവാഹമായിരുന്നില്ല. പിന്നീട് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയെ വളർത്തിയതും ജെസ്സിയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അന്ന് വിവാഹ ചടങ്ങിലും ജെസ്സിയും സാമുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജെസ്സിയിൽ സാമിന് 2 മക്കളുണ്ട്. എന്നാൽ ആദ്യത്തെ കുട്ടിയുടെ അമ്മ ആരാണെന്ന് ആ കുട്ടിക്കോ മരിച്ച ജെസ്സിക്കോ പോലും അറിയില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. 3 കുട്ടികളെയും അമ്മയായി തന്നെയാണ് ജെസ്സി വളർത്തിയതത്രേ. ജനന സർട്ടിഫിക്കറ്റിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലുമെല്ലാം ജെസ്സി തന്നെയാണ് ആ കുട്ടിയുടെയും അമ്മ. വിദേശത്ത് IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാമും ഡേ കെയർ സ്ഥാപനം നടത്തിയിരുന്ന ജെസ്സിയും
കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ജെസ്സിയുടെ പണം ഉപയോഗിച്ച് തന്നെ കാണിക്കാരിയിൽ വീടും വാങ്ങി. ഈ വീടും സാമിന്റെ പേരിലാണ് വാങ്ങിയത്. ഇതും ഇരുവരും തമ്മിൽ തർക്കത്തിനിടയാക്കി. വീട് തനിക്ക് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ വിവാഹമോചനത്തിനും ജെസ്സി കേസ് കൊടുത്തു. തുടർന്ന് 2 നിലകളുള്ള വീട്ടിൽ 2 നിലകളിലുമായി ഇരുവരോടും താമസിക്കാൻ കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ കഴിയവേ തന്നെ ജെസ്സി മുകൾ നിലയിൽ കഴിയുമ്പോൾ താഴത്തെ നിലയിൽ സാം പല സ്ത്രീകളുമായി എത്താറുണ്ടായിരുന്നു. ഇതും തർക്കം രൂക്ഷമാക്കി. അങ്ങനെ തന്റെ വഴിവിട്ട ജീവിതത്തിന് വിലങ്ങുതടിയായ ജെസ്സിയെ കൊലപ്പെടുത്താൻ 1 വർഷം മുൻപ് തന്നെ സാം പദ്ധതി തയ്യാറാക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ ജെസ്സി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. 2008 സൗദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയം മറ്റൊരു വിദേശ വനിതയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂര പീഡനമാണ് ജെസ്സി നേരിടേണ്ടി വന്നത്. വാതിലിന്റെ ലോക്കൂരി പലതവണ തലയിൽ അടിച്ചതിനെ തുടർന്ന് ബോധരഹിതയായ ജെസ്സി 2 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. പോലീസിനോട് അന്ന് ബാത്റൂമിൽ തലയടിച്ച് വീണുവെന്നാണ് സാം പറഞ്ഞിരുന്നത്. 5 മാസങ്ങൾക്കപ്പുറം ജെസ്സി സ്വബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയതോടെ സാം തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ല എന്നും കാലു പിടിച്ചു കരഞ്ഞപ്പോൾ ജെസ്സി പരാതി നൽകിയില്ല. പിന്നീടും ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും മക്കളെ ഓർത്താണ് ജെസ്സി പലതും സഹിച്ചത്. ഒടുവിൽ സാമിന്റെ കൈകൊണ്ട് തന്നെ അതിക്രൂരമായ മരണവും സംഭവിച്ചു.